ഹായ്. ശരിക്കും റോഡരികിലാണ് കേട്ടോ. ഒരു യാത്രക്കിടയിലാണ് ഇവിടെ ഇറങ്ങേണ്ടി വന്നു. എന്തിനാണെന്ന് മനസ്സിലായോ ഇവിടെ ഇറങ്ങിയത്? അധികം ആരും കണ്ടിട്ടില്ലാത്ത ഒരു അപൂർവ സൗന്ദര്യത്തെ നിങ്ങൾക്ക് മുന്നിലേക്കൊന്ന് എത്തിക്കാനായിട്ടാണ്. യാത്രക്കിടയിൽ ഞാൻ കണ്ടതാണ്. എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ. ഇതാണ് നീർമാതള പൂക്കൾ. അതെ, മാധവിക്കുട്ടിയിലൂടെ അല്ലെങ്കിൽ കമലാസുരയ്യയിലൂടെ നമുക്ക് പരിചിതമായ നീർമാതള പൂക്കൾ. അപ്പം മാധവിക്കുട്ടിയെ അറിയുന്നവരെല്ലാം ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവും, ഒരിക്കലെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടാവും നീർമാതള പൂക്കളൊന്ന് കാണണമല്ലോ എന്ന്. അതെ, ഞാനിപ്പോൾ കാണിച്ചു തരുവാണ്. നീർമാതള പൂക്കളുടെ ചുവട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ശരിക്കും എനിക്ക് ഇന്നത്തെ ദിവസം ഒരു ഭാഗ്യമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നതാണ്. കാണണം, തൊടണം, അടുത്ത് നിൽക്കണം എന്നൊക്കെ ഒത്തിരി ആഗ്രഹിച്ചിരുന്ന ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിലാണ് ഞാൻ നിൽക്കുന്നത്. അതും എൻ്റെ മുമ്പിൽ ഇതിങ്ങനെ വന്ന് നിൽക്കുന്നത് എങ്ങനെയാണ്? നിറച്ച് പൂക്കളോടുകൂടി, ഇല കാണാതെ പൂക്കളുമായി നിറഞ്ഞിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. നീർമാതള പൂക്കളെക്കുറിച്ച് പറയുമ്പോൾ എന്താ പറയുക? പകലിലെ വേദനകളെ രാത്രി പൂവായി തീർക്കുന്ന ഒരു വിചിത്ര വൃക്ഷം എന്ന് വേണമെങ്കിൽ നമ്മൾ ഈ നീർമാതള പൂക്കളെ പറയാം. അതെ, ശരിക്കും നല്ല ഭംഗിയാണിത് കാണാനായിട്ട്. മാധവിക്കുട്ടിയുടെ എഴുത്തിൽ നീർമാതള പൂക്കൾക്കൊരു പ്രത്യേക സ്ഥാനം ഉണ്ടായിരുന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാം വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. എന്താ പറയുക, ഒരു അഭൗമ സൗന്ദര്യമായിട്ടാണ് മാധവിക്കുട്ടി ഇതിനെ വാഴ്ത്തിപ്പാടിയിരുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ രാത്രിയിൽ വിടരുന്നൊരു പുഷ്പമാണ്. എന്താ പറയുക, ഇതിൻ്റെ പേര് പോലെ തന്നെ, നീർമാതളം എന്ന പേര് പോലെ തന്നെ നീര് പോലെ സ്വച്ഛമാണ്, തളി പോലെ പതുക്കെ വീഴുന്നതുമായ ഒരു അനുഭവം നൽകുന്നതാണ്. ഒരു വീടിൻ്റെ മനസ്സിലേക്ക് കവിത പോലെ പടരുന്നൊരു വൃക്ഷമാണ് കേട്ടോ. ശരിക്കും നമ്മൾ ഓരോരുത്തരും നമ്മുടെ വീട്ടുമുറ്റത്ത് വെച്ച് വളർത്തേണ്ട ഒരു അപൂർവ ചെടി കൂടിയാണ്. ഇന്നിത് മൺമറിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാര്യം തൈകളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഓരോ വീടിൻ്റെ മുറ്റത്തും വച്ച് വളർത്തേണ്ട, ഇതിൻ്റെ സൗന്ദര്യം ആസ്വദിക്കേണ്ട, ഇതിൻ്റെ സുഗന്ധം നുകരേണ്ട ഒരാവശ്യം നമുക്കുണ്ട് കേട്ടോ. ശരിക്കും അത്രയും ഭംഗിയാണിത് കണ്ടിരിക്കാനായിട്ട്. മാധവിക്കുട്ടിയുടെ നീർമാതളം എന്ന് പറയുമ്പോൾ അത് വെറും ഒരു എന്താ പറയുക, ഒരു പുഷ്പത്തെയും അല്ലെങ്കിൽ ഒരു വൃക്ഷത്തെയും കുറിച്ചുള്ള ഒരു 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 ബന്ധമല്ല കേട്ടോ. കവിതയും ചേർന്നൊക്കെ വരുന്നൊരു ബന്ധം മാത്രമല്ല കേട്ടോ. അത് ഭാവനയുടെയും ഓർമ്മയുടെയും ഒക്കെ ഒരു ആത്മബന്ധമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ മാധവിക്കുട്ടിയുടെ നിരവധി കവിതകളിലും കഥകളിലും നീർമാതള പൂക്കൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അപ്പോൾ അവർക്ക് നീർമാതളം ഒരു ഓർമ്മയുടെ അല്ലെങ്കിൽ ഒരു പ്രതീക്ഷയായിരുന്നു എന്നൊക്കെ പറയാം. പ്രത്യേകിച്ച് ബാല്യകാലത്തെ അവരുടെ വീട്, ആ മനസ്സിൽ പതിഞ്ഞ പുലർച്ചകൾ, രാവിലെകൾ, നിലത്ത് പതിഞ്ഞു വീണ പൂക്കൾ, അതിൻ്റെ സുഗന്ധം, അതിൻ്റെ മൗനം, അങ്ങനെ പോകുന്ന ഒരുപാട് കാര്യങ്ങൾ കാവ്യാത്മകമായി തന്നെ മാധവിക്കുട്ടി കഥകളിലൂടെ നീർമാതള പൂക്കളെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് അവരുടെ കവിതകളിലെ എന്താ പറയുക, പുതിയ പെൺശബ്ദങ്ങളുടെയും ഉള്ളിലെ ദുഃഖത്തിൻ്റെ പ്രതീകമായി മാറിയിരുന്നു എന്താ പറയുക, ഈ ഒരു പൂക്കൾ. ശരിക്കും നിങ്ങൾക്കും ഇഷ്ടമായില്ലേ? നോക്കി, പൂക്കൾ മാത്രമായി ഇലകൾ കാണാതെ പൂത്തുലഞ്ഞു നിൽക്കുന്ന ഈ ഒരു പൂമരം ആര് കണ്ടാലും നോക്കി നിൽക്കുന്നത് മാത്രമല്ല, എന്താ സുഗന്ധം എന്നറിയോ? നാരങ്ങയോ എന്തൊക്കെയോ ചേർന്നൊരു സുഗന്ധം, ഒരു രക്ഷയില്ലാത്തൊരു ഗന്ധമാണ് കേട്ടോ ഇതിൻ്റെ ചുറ്റുമൊക്കെ നിൽക്കുന്നത്. ഇവിടുത്തെ കാറ്റിന് പോലും ഒരു പ്രത്യേക സുഗന്ധം ഉണ്ട് എന്ന് തന്നെ പറയാം. ഇത് റോഡരികിലാണ്, വലിയ കെയറിങ് ഒന്നും ഇല്ലാതെ നിൽക്കുന്നൊരു മരമാണ് കേട്ടോ. പക്ഷേ ഇലകളില്ലാതെ പൂത്തുലഞ്ഞിട്ടുണ്ട്. ആരും കണ്ടു നോക്കി നിന്ന് പോകും. നിറച്ച് വണ്ടുകളും ശലഭങ്ങളും തേനീച്ചകളും ഒക്കെ വന്നു പോകുന്നുണ്ട്. കാണാൻ ശരിക്കും നമ്മുടെ ക്യാമറയ്ക്ക് ഈ സൗന്ദര്യം ഒപ്പിയെടുക്കാൻ പറ്റുന്നില്ല എന്ന് തന്നെ തോന്നിപ്പോകും. നമ്മുടെ മൊബൈൽ ക്യാമറയിലേക്ക് ഈ ഒരു സൗന്ദര്യം എത്രത്തോളം എത്തുമെന്ന് ചോദിച്ചാൽ ഒന്നും എത്തിയിട്ടില്ല എന്ന് തന്നെ എനിക്ക് ചിലപ്പോൾ പറയേണ്ടി വരും. കാര്യം നേരിട്ട് കാണുന്ന ഒരു സൗന്ദര്യം നമുക്ക് ഒരിക്കലും എൻ്റെ ക്യാമറയിലേക്ക് ഒപ്പിയെടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ദുഃഖം എന്ന് പറഞ്ഞാൽ. ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, പറയാൻ വാക്കുകളില്ലാത്ത വിധമാണ് ഇവിടെ നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു ആത്മസംതൃപ്തി എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും ശാസ്ത്രീയമായി ഈ നീർമാതള പൂക്കളുടെ പേരെന്താണെന്നറിയാമോ? നൈക്കാൻതസ് ആർബോർ എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത്. ഇത് ശരിക്കും ചന്ദനമല്ലിക, അങ്ങനെ പല പേരുകളിൽ പലയിടങ്ങളിൽ അറിയപ്പെടുന്നുണ്ട്. ശരിക്കും എന്താ പറയുക, ഒരു അത്ഭുത പൂവാണിതെന്ന് തന്നെ പറയാം. ഇതിൻ്റെ സുഗന്ധത്തെക്കുറിച്ച് പറയുമ്പോൾ അത് എങ്ങനെ പറഞ്ഞു തരണം എന്നറിയാതെ ഒരു കൺഫ്യൂഷൻ എനിക്കുണ്ട് കേട്ടോ. നാരങ്ങയുടെ മണമാണോ, പെർഫ്യൂമിൻ്റെ സുഗന്ധമാണോ, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വരുന്ന ഒരു സുഗന്ധമാണോ അറിയില്ല. ശരിക്കും
ഇതിൻ്റെ സുഗന്ധത്തെ നിർവചിക്കാൻ എനിക്ക് കഴിയില്ല, പറഞ്ഞു തരാൻ എനിക്ക് കഴിയില്ല. ഇത് നിങ്ങൾ അനുഭവിച്ച് തന്നെ മനസ്സിലാക്കേണ്ട ഒരു സുഗന്ധമാണ് കേട്ടോ. ശരിക്കും നീർമാതള പൂക്കൾ എന്ന് കേൾക്കുമ്പോൾ ഒരു കാവ്യാത്മകമായ പൂവ് എന്ന് മാത്രമല്ല കേട്ടോ. ഇത് ശരിക്കും ആയുർവേദ വിധിപ്രകാരം ഒരുപാട് മരുന്നുകൾക്ക് ഉപയോഗിക്കുന്ന ഒരു ഔഷധം കൂടിയാണെന്ന് പറഞ്ഞു വെക്കാതെ വയ്യ. അപ്പോൾ ഈ പൂമരം നിൽക്കുന്നത് ഒരു റോഡരികിലാണ്. ഒത്തിരി പേർ കണ്ടുപോകുന്നുണ്ട്. പലർക്കും ഇതെന്ത് പൂമരാണെന്നറിയില്ല. പക്ഷേ നിങ്ങളുടെ മുന്നിൽ ഈ ഒരു പൂമരം വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഇതാണ് നമ്മളൊക്കെ കാണാൻ ഒരുപാട് കാത്തിരുന്ന നീർമാതളപ്പൂവ്. അപ്പോൾ ഇതിൻ്റെ ചുവട്ടിലിരുന്നാണ് കവയിത്രികൾ ഒരുപാട് കവിതകളൊക്കെ എഴുതി നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ പലരും ഇതൊരു കാവ്യസങ്കല്പം മാത്രമാണ് ഈ നീർമാതളപ്പൂക്കൾ എന്ന് പറയുന്നവരുണ്ട്. അങ്ങനെയല്ല, ഇതൊരു ഒറിജിനൽ പൂവാണ്. അടിപൊളിയായിട്ട് വിരിയുന്ന സൂപ്പർ ഒരു സുന്ദരി പൂവാണ്. കണ്ടോ എന്താ രസമെന്ന് നോക്കി. ഒരു ഇല പോലും കാണാനില്ലാതെ അമ്മാതിരി പൂക്കളുമായിട്ട് വിടർന്നുതിർന്ന് നിൽക്കുന്ന ഈ പൂമരം ശരിക്കും എനിക്കൊരു അത്ഭുതം തന്നെയായിരുന്നു കേട്ടോ. ഇത്രത്തോളം പൂക്കളുമായി ഇതിങ്ങനെ കാണാൻ പറ്റിയത് എൻ്റെ ഒരു ഭാഗ്യമായി തന്നെ ഞാൻ കരുതുന്നു. അതെ, നിങ്ങൾക്കും അങ്ങനെ തോന്നുന്നില്ലേ? നോക്കി എന്താ ചന്തം നോക്കി. എന്താ ഈ പൂവിൻ്റെ നിറമെന്ന് ചോദിച്ചാൽ വയലറ്റാണോ, മഞ്ഞയാണോ, വെള്ളയാണോ, മിക്സഡായിട്ട് കുറേ കളറുകൾ ഇങ്ങനെ വാരി വിതറിയ പോലൊരു പൂവ്. എന്നാൽ നമുക്ക് ഒരുപാട് വർണ്ണാഭമല്ല, എന്നാൽ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ പോയി തട്ടുന്ന തരത്തിലുള്ള ഒരു കളർ കോമ്പിനേഷനാണ് ഈ പൂക്കൾക്കുള്ളത്. അപ്പോൾ അടിപൊളിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്കിതിൻ്റെ തൈകൾ ആവശ്യമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ നിങ്ങൾക്കിത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. വെബ്സൈറ്റിൽ ഇതിൻ്റെ തൈകളൊക്കെ അവൈലബിൾ ആണ്. വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അതുപോലെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ഒരുപാട് പേര് നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ വീഡിയോ കാണുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ചെയ്യരുത്. ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക കേട്ടോ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അപ്ഡേഷൻ നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നതായിരിക്കും. അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ടാവും. ആ ബെൽ ബട്ടൺ കൂടെ ഞെക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അപ്പോൾ ഉള്ള വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇതുപോലുള്ള വെറൈറ്റി പൂമരങ്ങൾ ഒരുപാട് നമ്മുടെ കളക്ഷനിലുണ്ട്. അതൊക്കെ ആയിട്ട് പല വീഡിയോസിലായിട്ട് വരുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഏതാണ്ട് 57 ഇനം പൂമരങ്ങൾ തന്നെ നമുക്കുണ്ട് നമ്മുടെ വെബ്സൈറ്റിൽ. അതൊക്കെ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുന്നതാണ്, വെബ്സൈറ്റ് ത്രൂ മേടിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ ഫ്ലവറിങ് പ്ലാന്റ്സും ഫ്രൂട്ട്സ് പ്ലാന്റ്സും അതുപോലെ തന്നെ നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സും ഒക്കെ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നീർമാതളപ്പൂക്കൾ ഇതിനു മുന്നേ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് വളർത്തണമെന്നുണ്ടോ? ഇതിൻ്റെ സൗന്ദര്യം ആസ്വദിക്കണമെന്നുണ്ടോ? ഇതിന് മുന്നേ ആസ്വദിച്ചിട്ടുണ്ടോ? എന്ത് തന്നെയായിരുന്നാലും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ്. നീർമാതള പൂക്കളെക്കുറിച്ച് കൂടുതൽ കഥകളോ കവിതകളോ ഒക്കെ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ പങ്കുവെക്കാവുന്നതാണ് കേട്ടോ. എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ.